നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ തയ്യബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് ജമ്മു കാശ്മീരിലേക്ക് 10,000-ഓളം ഭീകരരെ അയച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി വിവാദ പാകിസ്ഥാൻ പുരോഹിതൻ നസീർ മദനി. ഈ മാസം ആദ്യം പ്രാർത്ഥനാ പ്രസംഗത്തിനിടെ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നസീർ മദനി സുഖം പ്രാപിച്ച് പൊതുവേദിയിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വിവാദ പ്രസ്താവന ഉണ്ടായത്. പാകിസ്ഥാനിലെ ബഹാവൽ നഗറിൽ നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു നസീർ മദനിയുടെ വെളിപ്പെടുത്തൽ. ജമ്മു കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ലഷ്കർ-ഇ തയ്യബയ്ക്കും അതിന്റെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിനുമുള്ള നേരിട്ടുള്ള പങ്കിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാദങ്ങളെ അടിവരയിടുന്നതാണ് പാക് പുരോഹിതന്റെ വാക്കുകൾ. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനും ലഷ്കർ സ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിനെ 2005-ൽ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് 2008-ൽ അമേരിക്കയും ഇയാളെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇന്ത്യ തിരയുന്ന പ്രധാന കുറ്റവാളിയാണ് ഇയാൾ. മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ ആസൂത്രകനായി ഇന്ത്യ ആരോപിക്കുന്ന ഹാഫിസ് സയ്യിദിനെ ഐക്യരാഷ്ട്രസഭ 2005-ൽ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. 2008-ൽ അമേരിക്കയും ഇയാളെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെട്ടിരുന്നു. അടുത്തിടെ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഹാഫിസ് സയ്യിദിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. കേസിൽ കഴിഞ്ഞ ജൂലൈയിൽ ജമ്മു കോടതി സയ്യിദിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഭീകരാക്രമണ കേസിൽ ഒളിവിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള 6 പാകിസ്ഥാൻ പ്രതികൾക്കെതിരെ അവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ നടത്തുന്നതിനുള്ള നിയമ നടപടികൾ മുംബൈ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിചാരണയിലൂടെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ വിധിക്കുമെന്ന് ഉറപ്പാണ്. ഭാവിയിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പാക് മണ്ണിൽ വെച്ചുള്ള പുരോഹിതന്റെ പുതിയ വെളിപ്പെടുത്തൽ ഹാഫിസ് സയ്യിദിനെതിരെയുള്ള ഇന്ത്യയുടെ രാജ്യാന്തര നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണെന്നാണ് വിലയിരുത്തൽ. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലുതും സജീവവുമായ ഇസ്ലാമിക ഭീകര സംഘടനകളിൽ ഒന്നാണ് ലഷ്കർ-ഇ തൊയ്ബ. 1990-ൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, സഫർ ഇക്ബാൽ എന്നിവർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള മുരീദ്കയാണ് ഇതിന്റെ പ്രധാന ആസ്ഥാനം. നീതിമാന്മാരുടെ സൈന്യം അല്ലെങ്കിൽ ശുദ്ധരുടെ സൈനിക വിഭാഗം എന്നാണ് അർത്ഥമെങ്കിലും ഇതൊന്നും തന്നെ 7 അയലത്ത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിഭാഗമാണ് ഇവർ. ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും മോചിപ്പിച്ച് പാകിസ്ഥാനോട് ചേർക്കുകയോ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയോ ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ജമ്മു കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ലഷ്കർ-ഇ തൊയ്ബയ്ക്കും അതിന്റെ സ്ഥാപകനുമുള്ള പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ വെളിപ്പെടുത്തൽ തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് ഇയാൾ. നേരത്തെയും കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ ഹാഫിസ് സയ്യിദിനും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകൾക്കുമുള്ള പങ്ക് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പലതവണ തെളിവുകൾ സഹിതം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2005-ൽ അൽ-ഖ്വയ്ദയും താലിബാനുമായുള്ള ബന്ധം കണക്കിലെടുത്ത് ലഷ്കർ-ഇ തയ്യബയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഉപരോധം പ്രഖ്യാപിച്ചു. 2008-ൽ സയ്യിദിനെ യുഎസ് ഗ്ലോബൽ ടെററിസം ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ജൂലൈയിൽ ജമ്മു കോടതി സയ്യിദിനെതിരെ ജാമ്യമില്ലാ വാറന്റും പുറപ്പെടുവിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന പഹൽഗാം ആക്രമണത്തിൽ 26 പേരാണ് ഭീകരരുടെ വെടിയേറ്റു മരിച്ചത്. അൽ-ഖ്വയ്ദയുമായും താലിബാനുമായുമുള്ള ബന്ധം മുൻനിർത്തി 2005-ൽ ഐക്യരാഷ്ട്രസഭ ലഷ്കർ-ഇ തൊയ്ബയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹാഫിസ് സയ്യിദിനെ കുടുക്കാൻ ഇന്ത്യ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സ്വന്തം നാട്ടിലെ പുരോഹിതനിൽ നിന്ന് തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 356 പ്രകാരം ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ ഇന്ത്യയിൽ അസാന്നിധ്യത്തിൽ വിചാരണ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രതി നേരിട്ട് കോടതിയിൽ ഹാജരാകാതിരുന്നാലും അയാൾക്കെതിരെയുള്ള തെളിവുകൾ പരിശോധിച്ച് കോടതിക്ക് വിചാരണ പൂർത്തിയാക്കാനും ശിക്ഷ വിധിക്കാനും അനുവാദം നൽകുന്നതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 356. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അന്താരാഷ്ട്ര ഭീകരവാദ കേസിൽ ഈ വകുപ്പ് ഉപയോഗിക്കുന്നത്. പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം മുംബൈ ഭീകരാക്രമണ കേസിൽ
ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള 6 പാക് പൗരന്മാരുടെ വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ മുംബൈ പോലീസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജൽ നിഗമിന് ഔദ്യോഗികമായി കത്തുകുത്തുകൾ നടത്തി. 2025 ഏപ്രിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണ കേസിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഹാഫിസ് സയ്യിദിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഇയാളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ശക്തമായ നയതന്ത്ര നിയമ പോരാട്ടമാണ് ഇന്ത്യ തുടരുന്നത്. പ്രധാന നടപടിക്രമങ്ങൾ: പ്രഖ്യാപിത കുറ്റവാളിയാക്കൽ. വിചാരണയ്ക്ക് മുന്നോടിയായി പ്രതിയെ കോടതി ഔദ്യോഗികമായി പ്രഖ്യാപിത കുറ്റവാളിയായി പ്രഖ്യാപിക്കും. ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെ പ്രത്യേക കോടതി ഇതിനോടകം ഈ വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 30 ദിവസത്തെ നോട്ടീസ് നൽകും. പ്രതിക്ക് ഹാജരാകാൻ 30 ദിവസത്തെ സമയം അനുവദിച്ച് ദേശീയ പ്രാദേശിക പത്രങ്ങളിൽ പരസ്യവും നോട്ടീസും നൽകും. 90 ദിവസത്തെ കാത്തിരിപ്പ്. കുറ്റപത്രം സമർപ്പിച്ച് 90 ദിവസത്തിനു ശേഷവും പ്രതി ഹാജരായില്ലെങ്കിൽ അയാൾ ബോധപൂർവം മാറി നിൽക്കുകയാണെന്ന് ഉറപ്പാക്കി കോടതിക്ക് വിചാരണ നടപടികളിലേക്ക് കടക്കാം. പ്രതിഭാഗം വക്കീലിന്റെ നിയമനം. പ്രതി നേരിട്ട് എത്തിയില്ലെങ്കിലും നിയമപരമായ സുതാര്യത ഉറപ്പാക്കാൻ കോടതി തന്നെ പ്രതിക്കായി ഒരു ഡിഫൻസ് കൗൺസിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. ഹാഫിസ് സയ്യിദ്, സാജിദ് മീർ, സക്കീർ റഹ്മാൻ, ലഖ്വി ഉൾപ്പെടെയുള്ള 6 പാക് പൗരന്മാർക്കെതിരെ മുംബൈ പോലീസിന്റെ അപേക്ഷ പ്രകാരം പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം വഴി വിചാരണ നടപടികൾ വേഗത്തിലാക്കി. പാകിസ്ഥാന്റെ സൈനിക സംരക്ഷണയിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദിനെ ഇന്ത്യയിലെത്തിക്കാൻ എല്ലാ നയതന്ത്ര നയങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ നീക്കം നടത്തുന്നത്. ഈ വിചാരണയിലൂടെ ഇന്ത്യയിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് ഔദ്യോഗികമായി വിധിക്കപ്പെടുകയും ശിക്ഷ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. ഭാവിയിൽ ഇയാൾ ഇന്ത്യയുടെ കൈകളിൽ അകപ്പെടുകയോ മറ്റ് രാജ്യങ്ങളിൽ വെച്ച് പിടിയിലാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ജയിൽ ശിക്ഷ നടപ്പാക്കാൻ ഈ വിധിയിലൂടെ ഇന്ത്യക്ക് സാധിക്കും. ഈ സാഹചര്യത്തിൽ പാക് മണ്ണിൽ നിന്നു തന്നെ പുറത്തുവന്ന നസീർ മദനിയുടെ പുതിയ വെളിപ്പെടുത്തൽ ഹാഫിസ് സയ്യിദിനെതിരായ ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നാണ് വിലയിരുത്തൽ. മലയാളി വാർത്ത ഇൻസൈഡ്.